വീണ്ടും വാർത്തകളിലേക്ക്. മതിലകം സുഭാഷ് ക്ലബും മതിലകം പൗരാവലിയും സംയുക്തമായി മൈലാഞ്ചിരാവ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കെ.പി. ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് വളരെയധികം ഇതേപോലെയുള്ള ഉത്സവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഗ്രൗണ്ടാണ്. നിരവധി കലോത്സവങ്ങളും കാർണിവലുകളും വോളിബോൾ മത്സരങ്ങളും റിയാലിറ്റി ഷോകളും ഒക്കെ ഈ ഗ്രൗണ്ടിൽ അരങ്ങേറിയതിൽ സാക്ഷ്യം. അഡ്വക്കേറ്റ് V.S. സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ കമൽ, സിനിമാ നടൻ ഇർഷാദ്, തൃശൂർ റേഞ്ച് IG S. ഗോപിനാഥ്, PMA ജബ്ബാർ, ആസ്പിൻ അഷ്റഫ്, KY അസീസ്, TS ഗോപിനാഥൻ, ET ടൈസൺ, CS രവീന്ദ്രൻ, ഷക്കീർ മതിലകം എന്നിവരും സംസാരിച്ചു. മതിലകത്തെ കലാകായിക വിദ്യാഭ്യാസ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് മൈലാഞ്ചിരാവ് ഗാനസന്ധ്യയും അരങ്ങേറി. അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി, എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. മുടിവടിവാലും അവിത്തടം മലരുടെ പുതുവിതളാലും അമരൊളി മയങ്ങുന്ന മുഖത്തെളിവാലും ചുണ്ടനക്കി കൊഞ്ചിരിത്ത് കാട്ടും സൂറുവ കൺകളാൽ ചീര സുയർത്തി കാട്ടും സൂരലോക മണിഹൂറുൽ സാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ TSGA നടത്തിയ സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യോഗത്തിൽ TSGA ചെയർമാൻ TN പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിനു വർഗീസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. CG അജിത് കുമാർ, ശിവൻ കണ്ണോളി, PR താരാനാഥൻ മാസ്റ്റർ, PM മുഹമ്മദ്, CA മുഹമ്മദ് റഷീദ്, PR സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, CM നൌഷാദ്, NB സ്വരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എനിക്ക് സംസ്ഥാനതല അവാർഡ് കഴിഞ്ഞ അന്നത്തെ LDF-ന്റെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് വകുപ്പും സ്റ്റേറ്റ് ഗവൺമെന്റും എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സിന് പണം ചെലവഴിച്ച MLA എന്നുള്ള അവാർഡ് കൂടി V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള കാര്യം കൂടി ഞാൻ ബഹുമാനനായ സ്പോർട്സ് കൗൺസിൽ പുതിയ സെക്രട്ടറി ആയതുകൊണ്ടാണ് അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായുള്ള അദ്ദേഹത്തെ കൂടി അറിവിലേക്കായി ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഈ സംഘടനയ്ക്കുള്ള ഒരു ഗുണം ഇപ്പോൾ ഈ കാണുന്ന ഫുഡ് ഫ്ലോറിംഗ് ഇത് കണ്ണൂരിലെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്, ഇറക്കുമതി ചെയ്തതാണ്. ബഹുമാനായ സ്പോർട്സ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ കണ്ണൂരിലേക്ക് ഇറക്കിയ സാധനം അതേ നിന്ന് വീണ്ടും അത് അൺലോഡ് ചെയ്തത് ലോഡ് ചെയ്ത് വേറെ വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പണി പൂർത്തിയാക്കിയതാണ്. എവിടെയാണ് ഈ വർഷത്തെ അങ്ങേക്ക് അറിയാമല്ലോ, നാഷണൽ ഗെയിംസിന്റെ ബോക്സിംഗ് നടക്കുന്ന എവിടെയാണ്. അതിനുവേണ്ടിയുള്ള അക്കോസ്റ്റിക് പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇനിയും അതിന്റെ പ്രവർത്തികൾ ബാക്കി പൂർത്തിയാക്കാനുണ്ട്. 2014-15 നടക്കുന്ന നാഷണൽ ഗെയിംസ് ഈ സ്റ്റേഡിയത്തിൽ അതിനൊരു ഭാഗമായി നടത്തും എന്ന് കൂടി അങ്ങയെ ഞാൻ സ്നേഹത്തോടെ കൂടെ അറിയിക്കട്ടെ. ഞാൻ ഇത്രയും ദീർഘമായി പറഞ്ഞത് ഞങ്ങൾ അടുത്ത് ചെയ്യുന്ന കാര്യത്തിന് അങ്ങയുടെ കൂടി പ്രസൻസ് ഓഫ് മൈൻഡും ഹെൽപ്പ് ഓഫ് മൈൻഡും സർവീസ് ഓഫ് മൈൻഡും ഈ 3 മൈൻഡ് അങ്ങനത് വേണമെന്ന് പറയാൻ വേണ്ടി കൂടി. ഒന്ന് പ്രസൻസ് ഓഫ് മൈൻഡ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, അത് എൻജോയ് ചെയ്തു, അത് ഉൾക്കൊണ്ടു, അങ്ങയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ പൂർണ്ണമായി മനസ്സിലായി. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ 3 ആനകളുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയാക്കിയതിനു ശേഷം 17 ആനകളെ അണിനിരത്തിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. തിരുവമ്പാടി ശിവസുന്ദർ ഭഗവാന്റെ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രമതിൽക്കെട്ടിനകത്തെ പ്രത്യേക പന്തലിൽ കലാപരിപാടികൾ അരങ്ങേറി. രാത്രി ക്ഷേത്രത്തിൽ വിളക്കാഘോഷവും ഉണ്ടായി.
ബംഗാളിൽ വോട്ടെടുപ്പിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. KR ജൈത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KG ശിവാനന്ദൻ, EMR നായർ തുടങ്ങിയവരും സംസാരിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, KK ശ്രീരാജ്, CC വിപിൻ ചന്ദ്രൻ, PH അബ്ദുൾ റഷീദ്, TP പ്രഭേഷ് തുടങ്ങിയവരും പ്രകടനത്തിന് നേതൃത്വം നൽകി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM കൗണ്ടറുകൾ ചന്ദ്രാപ്പിനിയിലും 3 പീടികയിലും പ്രവർത്തനം ആരംഭിച്ചു. ചന്ദ്രാപ്പിനി ഹാഷ്മി ബിൽഡിംഗിൽ ആരംഭിച്ച ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തിയുടെ ഹൃദയഭാഗമായ ചന്ദ്രാപ്പിനിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും വരുന്ന നാളുകളിൽ ആളുകൾക്ക് തിരക്ക് പിടിച്ച ജീവിത യാത്രയ്ക്കിടയിൽ ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ സേവനം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഈ ബാങ്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബാങ്കുകളുടെ വലിയ മത്സരം തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ബാങ്കിന്റെ ഇരിങ്ങാലക്കുട റീജിയണൽ ഹെഡ് CA ജോൺ അധ്യക്ഷത വഹിച്ചു. TM ഹൈദർ ഹാജി ആദ്യ തുക പിൻവലിച്ചു. ബ്രാഞ്ച് മാനേജർ സാജൻ ജോർജ് നന്ദി പറഞ്ഞു. 3 പീടികയിൽ ആരംഭിച്ച ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് നിർവഹിച്ചു. ശാഖ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യപ്പെടുമെന്നും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ബാങ്കിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ പോലും സാമ്പത്തിക ഇടപാടുകൾക്ക് ചെല്ലുന്നത് നമ്മുടെ ബാങ്കുകളിലാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ബാങ്കിങ് സംവിധാനമൊക്കെ തന്നെ. ഏറ്റവും സുരക്ഷിത ATM കൗണ്ടറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ്. ആരിഫ ബീഗം ആദ്യ തുക പിൻവലിച്ചു. CA ജോൺ, സാജൻ ജോർജ് എന്നിവരും സംസാരിച്ചു. കാക്കാത്തുരുത്തിയിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി കാരണത്ത് കറപ്പന്റെ മകൻ കുമാരനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. രാവിലെ 10:30 വീട്ടിൽ നിന്നും പുറപ്പെട്ട ഇയാൾ ഉച്ചയോടെ കാക്കാത്തുരുത്തി പാലത്തിന് സമീപം തൂങ്ങി മരിച്ചതായി കണ്ടെത്തുകയായിരുന്നു. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. അമിത പലിശക്കാരെ പിടികൂടുവാൻ ഓപ്പറേഷൻ കുബേര തുടരുന്നു. തൃത്തല്ലൂരിൽ ഒരാൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ റോഡ് നിർമ്മാണത്തിനിടെ തർക്കം. നഗരസഭാ കൗൺസിലറെ മർദ്ദിക്കുവാൻ ശ്രമം. മതിലകം പൗരാവലിയും സുഭാഷ് ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച മൈലാഞ്ചിരാവ് നാടിന് ഉത്സവമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.